കോഴിക്കോട് സ്വദേശിയായ റേഷൻ വ്യാപാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ ഡിപ്പോ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങി എന്നതായിരുന്നു ആരോപണം. അതിൽ വിജിലൻസ് കോടതി പ്രതിപട്ടികയിൽ നിന്ന് അടൂർ പ്രകാശിനെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി അടൂർ പ്രകാശിനെ പ്രതിപട്ടികയിൽ നിലനിർത്തുന്നു. ആ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അടൂർ പ്രകാശ് UDF കൺവീനർ MP സുപ്രീം കോടതിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് അടൂർ പ്രകാശിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല, വിജിലൻസിന് നടപടികളുമായി മുന്നോട്ട് പോകാം. അതായത് അഴിമതിയുടെ കരിനിഴലിൽ ഈ സമയം നിൽക്കുന്നു അടൂർ പ്രകാശ്, UDFന്റെ കൺവീനർ, ആറ്റിങ്ങൽ MP. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇന്ന് UDFനെ സംബന്ധിച്ച് വലിയ രണ്ട് തിരിച്ചടികൾ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ ഒരു ഭാഗത്ത് നാണം കെട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് മുഖമില്ലാതെ നിൽക്കുന്നത് അടൂർ പ്രകാശാണ്. UDFന്റെ കൺവീനർ തന്നെയാണ്. അഴിമതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്.